ഹേ ഗൈസ്, അനദർ അൺബോക്സിംഗ് ഡേ. സോ ഇന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാൻ കിട്ടിയേക്കുന്നത് ലാവയുടെ ഷാർക്ക് 2 5G ആണ്. സോ ബോക്സ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അധികം ഡിലേ ഒന്നും ഇല്ലാണ്ട് നേരെ നമുക്ക് അൺബോക്സിങ് എക്സ്പീരിയൻസിലേക്ക് പോവാം. സ്ഥിരം അൺബോക്സിങ് ടൂൾ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആൻഡ് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ വെച്ചത് നൈസായിട്ട് പറഞ്ഞ് നമ്മൾ ക്ലീൻ ആയിട്ട് വേണം അൺബോക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നൈസായിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളെല്ലാം ഒരു ചെറിയൊരു ഗ്ലോസി കൊടുത്തിട്ടുണ്ട്. പ്രൗഡ്ലി ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് ബാക്കിൽ നമുക്ക് സ്പെക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണാം. ആൻഡ് ലെഫ്റ്റിൽ ഫ്രീ ഹോം സർവീസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് തുറന്ന് ഉള്ളിൽ എന്താണ് എക്സ്പീരിയൻസ് നോക്കാം. 2 സീൽ വരുന്നുണ്ട്. ആ സീൽ നമുക്ക് നൈസായിട്ട് റിമൂവ് ചെയ്യാം. അങ്ങനെ നമ്മളിത് സീലൊക്കെ അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഫോൺ അൺബോക്സ് ചെയ്തുള്ള നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നാണ് നമുക്ക് അറിയാനുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ബോക്സ് അഴിച്ചിട്ട് ഉള്ളിൽ എന്തൊക്കെയാണ് വന്നേക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വരുന്നത് ഒരു ബാക്ക് കവറാണ്. ബാക്ക് കവറിൻ്റെ ആ ഒരു പെട്ടിക്കകത്ത് വേറൊന്നും വരാനില്ല. ബാക്ക് കവറിൻ്റെ ആ ഒരു ഇതാണ്, സിലിക്കൺ കവറാണ് നമുക്ക് വരുന്നത്. ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, ടിൻറ്റഡ് ഒന്നുമല്ല, ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സിലിക്കൺ കവറാണ്. യെല്ലോ ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. എക്സ്ട്രാ കുറച്ചാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ആ ഒരു ഡിവൈസ് തന്നെയാണ്. ഡിവൈസിൻ്റെ പുറകിൽ ആ ഒരു ഹൗ ടു യൂസ് അല്ലെങ്കിൽ ഓക്കെ നമുക്ക് ഫ്രീ ഹോം സർവീസ് എങ്ങനെ അവൈൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ്, ഹോം സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും എങ്ങനെ നമുക്ക് അവൈൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അത് മാറ്റി വെക്കാം. ആൻഡ് ഫോൺ നമുക്ക് ലാസ്റ്റ് നോക്കാം. ആൻഡ് അടുത്തത് നമുക്കിത് ചാർജറിൻ്റെ കേബിളാണ് വന്നേക്കുന്നത്. സോ ചാർജറും ഇതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ചാർജറിൻ്റെ കേബിളിന് സാധാരണയിലും ഇച്ചിരി തിക്നെസ് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. ലാവയുടെ ബ്രാൻഡിങ്ങും നമ്മുടെ ചാർജറിന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ ആ ഒരു ചാർജിങ് ബ്ലോക്കിലേക്ക് നോക്കുകയാണ് എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാർജിങ് ബ്ലോക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള സാധനം തന്നെയാണ്. സ്പെസിഫിക്കേഷൻസ് ഒക്കെ കാണാൻ പറ്റും. ആൻഡ് ഈ അടുത്തത് നമുക്ക് ആ ഒരു സിം എജക്ടർ ടൂള്, സാധാരണ എല്ലാം തന്നെ എൻ്റെ ഒപ്പം അതും തന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു സിം എജക്ടർ ടൂളും കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ളതാണ് നമ്മുടെ മെയിൻ ഐറ്റം. നമ്മുടെ ആ ഒരു ഫോണാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ആ ഒരു തുണിയൊക്കെ ഊരി ആ ഒരു ഫോണിൻ്റെ കവറിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ആൻഡ് ബ്ലൂ വേരിയൻ്റ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. പുറകിലൊരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു സ്ക്രീൻ ഗാർഡുമല്ല അല്ലെങ്കിൽ ഡിസ്പ്ലേൻ്റെ തമ്മിൽ കാണുന്ന പാട് സ്ക്രീൻ ഗാർഡുമുള്ള പാടാവാനാണ് ചാൻസ്. ബാക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബബിളുള്ളത് ശരിക്കും ആ ഒരു സ്ക്രീൻ ഗാർഡിൻ്റെ ആണ്. ആ ഒരു സ്ക്രീൻ ഗാർഡ് നിങ്ങൾ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് എല്ലാത്തിലും ഉണ്ടാവില്ല, എൻ്റെ മാത്രം ഉള്ളതായിരിക്കും മിക്കവാറും. ആൻഡ് നമ്മൾ ഇതിനെ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. പവർ ഓൺ ചെയ്യുമ്പോൾ സാധാരണ പോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ ആ ഒരു ബൂട്ടപ്പ്, ആ ഒരു ലാവ എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് വന്നിട്ടുണ്ട്. ആൻഡ് ഹാഷ്ടാഗ് പ്രൗഡ്ലി ഇന്ത്യൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് അതൊന്ന് മാർക്കറ്റ് ചെയ്തതാണ്. സ്ക്രീൻ ഗാർഡ് ഇതിനൊപ്പം വരുന്ന സ്ക്രീൻ ഗാർഡ് എന്ന് വെച്ചാൽ അധികം ക്വാളിറ്റി ഉള്ളതായിരിക്കില്ല. ചുമ്മാ ഒരു ഫിലിം ബേസ് ആയിരിക്കും. അത് ഫോൾ ഡാമേജ് ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്യില്ല. നിങ്ങളത് കളഞ്ഞിട്ട് പുതിയത് ഒട്ടിക്കുന്നതായിരിക്കും ഞാനും റെക്കമെൻഡ് ചെയ്യുള്ളൂ. ആൻഡ് നമ്മൾ ലോഡിങ് സ്ക്രീനകത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ഹെലോ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ക്രീനകത്ത് ഒന്ന് ബ്രൈറ്റ്നസ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനം വന്നിട്ടില്ല. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു ബൂട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നേരെ ഹോം സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇവരുടെ തന്നെ ഒരു ഫൺ ടച്ച് ചോയ്സ് എന്ന് പറഞ്ഞാൽ അതാണ് സെലക്ട് ചെയ്ത്. ഇച്ചിരി വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്ത്. അപ്പോൾ അവരുടെ UI ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഫൺ ടച്ച് ചോയ്സ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. ബേസിക്കിനേക്കാളും വിപരീതമായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സെറ്റിങ്സിനകത്തേക്ക് പോയാലും ഇതുപോലെ തന്നെ ആ ഒരു വ്യത്യാസങ്ങൾ നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അബൌട്ട് ഫോണിനകത്തേക്ക് ഇതേ ചിപ്സെറ്റ് ഒക്കെ കാണാൻ പറ്റും. ഓവറോൾ അൺബോക്സിങ് എക്സ്പീരിയൻസ് നോക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7/10 ഒക്കെ കൊടുക്കാം. സോ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരാഴ്ചയ്ക്ക് എടുത്ത് യൂസൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഞാൻ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ പേജിൽ ഇട്ടണമായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. Bye-bye. Anything you want, anything you need. Your mind's got the key ingredient, it's belief. Better see with the negativity, but I just slide right by that energy.